ഷാരൂഖ് ഖാൻ. 1965 നവംബർ 2 ഡൽഹിയിൽ ജനിച്ചു. നടനായും പ്രൊഡ്യൂസറായും ടെലിവിഷൻ അവതാരകനായും നിറഞ്ഞു ദീവാന എന്ന ഹിന്ദി ചിത്രത്തിലൂടെ ഇന്ത്യൻ സിനിമയ്ക്ക് കിട്ടിയ കിങ് ഖാൻ ഷാരൂഖ് ഖാൻ. तुझे देखा तो ये जाना सनम, प्यार होता है दीवाना सनम. तुझे देखा तो ये जाना सनम, प्यार होता है दीवाना सनम. अब यहाँ से कहाँ जाए हम, तेरी बाहों में मर जाए हम. അമിതാഭ് ബച്ചൻ. 1942 ഒക്ടോബർ 11 ഉത്തർപ്രദേശിലെ അലഹബാദിൽ ജനിച്ചു. ഇന്ത്യൻ സിനിമയുടെ ബിഗ് ബി ആയി മാറിയ താരം. ഇന്ത്യൻ സിനിമാ ലോകത്തു നിന്നും ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ഏറ്റവും കൂടുതൽ സ്വന്തമാക്കിയ താരം. അഭിനയം മാത്രമല്ല, ഗാനാലാപന രംഗത്തും ഒട്ടും പിന്നിലല്ല എന്ന് പ്രേക്ഷകർക്ക് കാട്ടിക്കൊടുത്ത താരം. തന്നോടുള്ള ആരാധന കൊണ്ടും സ്നേഹം കൊണ്ടും പ്രേക്ഷകർ നൽകിയ വിളിപ്പേരുകൾ ആംഗ്രി, യങ്മാൻ, ഷെഹൻഷാ ഓഫ് ബോളിവുഡ്, ബിഗ് ബി എന്നിങ്ങനെയായിരുന്നു. ഇന്ത്യൻ സിനിമയുടെ അഭിനയ രാജാവ്, ഇന്ത്യൻ സിനിമയുടെ ബിഗ് ബി അമിതാഭ് ബച്ചൻ. फिर झुकने का शौक नहीं, अपने ही हाथों रचा स्वयं, तुमसे मिटने का खौफ नहीं. तुम हालातों की भट्टी में जब जब भी मुझको झोंकोगे तब तब कर सोना बनूंगा मैं. तुम मुझको कब तक रोकोगे, तुम मुझको कब तक रोकोगे. ബോബി ചെമ്മണ്ണൂർ കേരളത്തിലെ സാംസ്കാരിക നഗരിയായ തൃശ്ശൂരിൽ ചെമ്മണ്ണൂർ ദേവസ്യക്കുട്ടി ബോബി എന്ന പേരിൽ ജനിച്ചു വളർന്നു. ചെമ്മണ്ണൂർ ജുവലറിയുടെ സ്ഥാപകൻ എന്ന നിലയിൽ മലയാളികൾ തിരിച്ചറിഞ്ഞ് മലയാളിയായ ഒരു ബിസിനസ്സുകാരൻ. ജുവലറി കൂടാതെ ലൈഫ് മിഷൻ എന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്ഥാപകനും സാമൂഹിക പ്രവർത്തകനുമായി ഇദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരുന്നു. മദർ തെരേസ അവാർഡ്, എക്സലന്റ് യങ് ബിസിനസ് അവാർഡ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച ഇദ്ദേഹം രക്തബാങ്ക്, സൗജന്യ അരി വിതരണം, സ്വതന്ത്ര ആംബുലൻസ് സർവീസ് എന്നിങ്ങനെ അനേകം സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ഇദ്ദേഹം നടത്തുന്നു. രക്തദാനത്തിന്റെ മഹത്വം മനുഷ്യ മനസ്സുകളിൽ വെളിവാക്കാൻ സ്വയം 600 കിലോമീറ്റർ മേൽ മാരത്തൺ ഓട്ടം ഓടി ജനശ്രദ്ധ നേടിയ ബോബി ചെമ്മണ്ണൂർ. സരി 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 ഗമ, സരി 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 ഗമ, സരി 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 ഗമ, സാരി ഗമ മഗരി സ. ദുൽഖർ സൽമാൻ. इस दुनिया में अगर जन्नत है तो बस यही है, यही है. മലയാള സിനിമയുടെ അഭിനയ പ്രതിഭ താരചക്രവർത്തി മെഗാസ്റ്റാർ പത്മശ്രീ ഭരത് മമ്മൂട്ടിയുടെ മകനായി 1984 ജൂലൈ 28 കൊച്ചിയിൽ ജനിച്ച് DQ എന്ന ഷോർട്ട് ഫിലിമിൽ മലയാളി മനസ്സുകളിൽ ഇന്ത്യൻ സിനിമാ ലോകത്തും അറിയപ്പെട്ടു. പ്രശസ്ത സംവിധായകൻ ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്തു 2012 പുറത്തിറങ്ങിയ സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്കുള്ള ആദ്യ പടിച്ചവട്ടി. അഭിനേതാവും
പ്ലേബാക്ക് സിംഗറും ആയി മലയാള സിനിമയിൽ മിന്നിത്തെറിയും താരം. വാനം തിളതിളക്കണ ഭൂമി പറക്കണ ലോകം അതിരലിയണ കാലമിത്. ദൂരം അരികരികിലും വേഗം ചിറകടിയിലും മാറി തിരക്കിലും ഗതിവിഗതി. സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ബിസിനസ് മാനേജറായി തന്റെ തൊഴിൽ രംഗത്ത് വിശ്വസ്തത പുലർത്തിയ താരം. താൻ അഭിനയിച്ച ഒട്ടുമിക്ക ചിത്രങ്ങളും വിജയത്തിന്റെ കാര്യത്തിലും വരുമാനത്തിന്റെ കാര്യത്തിലും ഒട്ടും പുറകിലല്ല എന്ന് പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലാക്കിയ താരം. കേരള സ്റ്റേറ്റ് അവാർഡ്, ഫിലിംഫെയർ അവാർഡ്, അങ്ങനെ നിരവധി അവാർഡുകൾ തന്റേതായ കഴിവിനാൽ സ്വന്തമാക്കി കേരളത്തിലെ കൗമാരപ്രായക്കാരുടെ സ്വന്തം ഹീറോ ദുൽഖർ സൽമാൻ. Johnny, you are my gun and money. Johnny, so why you won't make some money? നിനക്ക് കേരളത്തിലെ പിള്ളേരാണെങ്കിൽ ഓൺ ബെസ്റ്റ്. രജനികാന്ത് 1950 ഡിസംബർ 12 കർണാടകയിലെ ഒരു മറാഠി കുടുംബത്തിൽ ജനിച്ച് ബസ് കണ്ടക്ടറായി തന്റെ തൊഴിൽ നോക്കിയ ഇദ്ദേഹം 1973 MGR ഗവൺമെന്റ് ഫിലിം ആൻഡ് ടെലിവിഷൻ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയം പഠിക്കുവാനായി ചേരുകയുണ്ടായി. തന്റെ സിനിമ എന്ന സ്വപ്നലോകം കെ ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത അപൂർവ രാഗങ്ങൾ എന്ന ചിത്രത്തിലൂടെ പൂവണി. നടൻ, പ്രൊഡ്യൂസർ, തിരക്കഥാകൃത്ത് എന്നീ മേഖലകൾ കൈയടക്കിയ ഇദ്ദേഹം 2000 പത്മഭൂഷൺ, 2016 പത്മവിഭൂഷൺ പുരസ്കാരങ്ങളും തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡുകൾ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ സ്വന്തമാക്കി. കബാലി, എന്തിരൻ, ശിവാജി, ഭാഷ, ദളപതി, പടയപ്പ, ലിംഗ, ബാബ, കാല എന്നിങ്ങനെ നീണ്ട നിരയിൽ സൂപ്പർ ഹിറ്റ് ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ നമുക്കായി സമ്മാനിച്ച നമ്മുടെ സ്വന്തം സൂപ്പർ സ്റ്റാർ രജനികാന്ത്. தமிழ் படங்களை மறந்து வச்சுக்கிட்டு மீசை முறுக்கிக்கிட்டு லுங்கி கட்டிக்கிட்டு நம்பியாரு கபாலு அப்படின்னு சொன்ன உடனே குடிஞ்சி சொல்லுங்க எஜுமா அப்படி வந்து நிப்பானே அந்த மாதிரி கபாலி நினைச்சியாடா? கபாலிடா. മോഹൻലാൽ 1960 മെയ് 21 പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ മോഹൻലാൽ വിശ്വാനന്ദൻ നായർ എന്ന പേരിൽ ജനിച്ച് 1978 മുതൽ മലയാള സിനിമയുടെ കരുത്തുറ്റ അഭിനയ പ്രതിഭയായി ഇന്നും മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന താരം. നടൻ, പ്രൊഡ്യൂസർ, പ്ലേബാക്ക് സിംഗർ ഈ മേഖലകളിലെല്ലാം തന്റേതായ സാന്നിധ്യം അറിയിച്ചു. ആദ്യമായി താൻ അഭിനയിച്ച ചിത്രം തിരുനോട്ടം ആയിരുന്നെങ്കിലും ആദ്യമായി തിയേറ്ററുകളിൽ എത്തിയ ചിത്രം താൻ വില്ലനായി അഭിനയിച്ച 1980 റിലീസായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ആയിരുന്നു. 1986 പുറത്തിറങ്ങിയ
രാജാവിന്റെ മകൻ എന്ന ചിത്രത്തോടു കൂടി മലയാള സിനിമയുടെ സൂപ്പർ താരമായി മാറിയ താരം. ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാടും കണി കാണാകുന്നേ നിന്നും തിരുവോടി പാടും. 1991 പുറത്തിറങ്ങിയ ഭരതം, 1999 പുറത്തിറങ്ങിയ വാനപ്രസ്ഥം എന്നീ ചിത്രങ്ങൾ ഉൾപ്പെടെ നാഷണൽ അവാർഡുകൾ സ്വന്തമാക്കാൻ തനിക്ക് സാധിച്ചു. മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷാ ചിത്രങ്ങളിലും ഈ സൂപ്പർ താരത്തിന്റെ അഭിനയ മികവ് കാഴ്ചവെച്ചിട്ടുണ്ട്. പത്മശ്രീ പുരസ്കാരം, ഡോക്ടറേറ്റ്, ഫിലിംഫെയർ അവാർഡുകൾ, ലഫ്റ്റനന്റ് കേണൽ പദവി എന്നിങ്ങനെ താൻ സ്വന്തമാക്കി. ഇദ്ദേഹം അഭിനയിച്ച സാഗർ ഏലിയാസ് ജാക്കി എന്ന കഥാപാത്രവുമായി ഭരത് മോഹൻ Dedication to the fans, he's coming right after you, Sagar alias Jackie Reloaded. ഇതെന്റെ റിസൾട്ടാണ്. ഇവിടെ വരുന്നതിന്റെ ശത്രുക്കൾ പോലും എന്റെ അതിഥികളാണ്. സാഗർ എന്ന മിത്രത്തെ നിനക്കറിയും, ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. Take care. Sagar alias Jackie. സ്വാമി വിവേകാനന്ദൻ. ജനുവരി 12 ഒരു ബംഗാളി കുടുംബത്തിൽ നരേന്ദ്രനാഥ് ദത്ത എന്ന പേരിൽ ജനിച്ച് വേദാന്ത തത്വശാസ്ത്രത്തിന്റെ ആധുനിക കാലത്തെ ഏറ്റവും ശക്തനായ വക്താവ്, ഇന്ത്യയെമ്പാടും സ്വാധീനം അറിയിച്ച ആത്മീയ ഗുരു, രാമകൃഷ്ണ പരമഹംസന്റെ പ്രധാന ശിഷ്യനും രാമകൃഷ്ണ മഠം, രാമകൃഷ്ണ മിഷൻ എന്നിവയുടെ സ്ഥാപകൻ, ആശയസമ്പുഷ്ടമായ പ്രസംഗങ്ങൾ കൊണ്ടും ഭയരഹിതമായ പ്രബോധനങ്ങൾ കൊണ്ടും ഇന്ത്യയിലെമ്പാടും അനുയായികളെ സൃഷ്ടിച്ചെടുത്ത ഏക വ്യക്തി സ്വാമി വിവേകാനന്ദൻ. ഞാൻ ശ്രീരാമകൃഷ്ണ പരമഹംസദേവന്റെ തത്വദർശന സംഹിതകളും ആർഷഭാരത സന്ദേശവും പ്രചരിപ്പിക്കാൻ തീർത്ഥാടനം നടത്തുന്ന ഒരു സന്യാസി. മറ്റ് രാഷ്ട്രങ്ങൾ മറ്റു മതവിശ്വാസികളെ ചുട്ടുകൊന്നപ്പോൾ, ചവിട്ടി പുറത്താക്കിയപ്പോൾ സർവ്വരാജ്യങ്ങളിലെയും വിവിധ മതങ്ങളിൽപ്പെട്ട പീഡിതർക്കും ശരണാർത്ഥികൾക്കും അഭയം നൽകിയവരാണ് എന്റെ ഭാരത ജനത എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഏത് രൂപത്തിൽ ദൈവത്തെ ആരാധിച്ചാലും എല്ലാ ദൈവങ്ങളും ഒന്നാണെന്ന മഹാപൊരുൾ ഉൾക്കൊള്ളുന്നു. ലോകത്തെ ആദ്യത്തെ സമത്വ ദർശന മുദ്രാവാക്യം ഭാരതത്തിൽ നിന്ന് പിറവികൊണ്ട മഹാമന്ത്രമായത് ലോക സമസ്ത സുഖിനോ ഭവന്തു. എന്ന ലോകത്തിന് മുന്നിൽ പറഞ്ഞു നിർത്തിയ വിവേകാനന്ദ സ്വാമികളിൽ ചെന്ന് എത്തി നിൽക്കുന്നു നമ്മുടെ ഷാറുഖ് ഖാൻ, കിങ് ഖാനിൽ നിന്ന് ആരംഭിച്ച ഇതൊരു ഫിഗർ ഷോ അല്ലായിരുന്നു. റാദർ വളരെയധികം പ്രാക്ടീസിന്റെ, അതിന്റെ ഒരു ടൈമിങ്ങിന്റെ, സ്റ്റേജ് പ്രസൻസിന്റെ, ആ ഒരു പെർഫെക്ഷന്റെ ഒക്കെ തന്നെയുള്ള എല്ലാം കൂടെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ആയിരുന്നു. And I guess and I think Anju Kohli deserves a huge round of applause. ഒരു ബുക്കിന് കൈ കൊടുക്കുക പ്ലീസ്. കുറച്ചുകൂടെ നല്ല കൈ
കുറച്ചുകൂടെ വലിയ പരിപാടികളായിട്ടാണ് he has a lot of things in mind. So yes, ഈ വേദിയിൽ വീണ്ടും ഒരു ഉഗ്രൻ ഡാൻസ് പെർഫോമൻസ് ആണ്.